വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് യൂണിറ്റ് 2 ലാസ്റ്റ് ചാപ്റ്റർ ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് ബൈ മലാല യൂസഫ്സായി. അത് നമ്മൾ ഓരോ വാക്കുകളും സെൻറ്റൻസും എടുത്ത് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് മലയാളത്തിൽ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കാം. ഈ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ആയ ആക്ടിവിറ്റീസ് എത്രയും വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് മലാല അറ്റാക്ട്? എന്തുകൊണ്ടാണ് മലാലയെ അറ്റാക്ക് ചെയ്തത്? നമുക്കറിയാം, ആ ബസ്സിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നല്ലേ. എന്നാൽ ആരെ അന്വേഷിച്ചാണ് അവർ വന്നത്? മലാലയെ. എന്തുകൊണ്ടാണ് അവർ മലാലയെ തന്നെ ടാർഗറ്റ് ചെയ്തത്? മലാല വാസ് അറ്റാക്ട് ബൈ ദ താലിബാൻ ഫോർ സ്പീക്കിംഗ് അപ്പ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സംസാരിച്ചത്, ശബ്ദമുയർത്തിയത് മലാലയായിരുന്നു. അതുകൊണ്ടാണ് മലാലയെ അറ്റാക്ക് ചെയ്തത്. ദേ ഒപ്പോസ്ഡ് ഗേൾസ് ഗോയിങ് ടു സ്കൂൾ. പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിന് എതിരായിരുന്നു ആര്? താലിബാൻ. ആൻഡ് വാണ്ടഡ് ടു സൈലൻസ് ഹെർ വോയിസ്. അതുകൊണ്ട് മലാലയുടെ ശബ്ദം ഇല്ലാതാക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ഡെസ്പൈറ്റ് ദ ത്രെറ്റ്, മലാല കണ്ടിന്യൂ ടു ക്യാമ്പയിൻ ഫോർ എഡ്യൂക്കേഷൻ. ത്രെറ്റ്, ഭീഷണി ഉണ്ടായിരുന്നിട്ട് പോലും വീണ്ടും എന്ത് ചെയ്തു? മലാല പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ക്യാമ്പയിൻ ചെയ്തു. വിച്ച് മെയ്ഡ് ഹെർ എ ടാർഗറ്റ്. അതാണ് മലാലയെ അവരുടെ ടാർഗറ്റ് ആക്കി തീർത്തത്. അതുകൊണ്ടാണ് മലാലയെ അവർ അറ്റാക്ക് ചെയ്തത്. Second question, what are your goals or ambitions and what steps will you take to achieve them? എന്താണ് നിങ്ങളുടെ ലക്ഷ്യവും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയിൽ ആരായി തീരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം? അതാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഐ വോണ്ട് ടു ബിക്കം എ ടീച്ചർ. എനിക്കൊരു ടീച്ചർ ആവാനാണ് ആഗ്രഹം. ആൻഡ് ഹെൽപ്പ് ചിൽഡ്രൻ ലേൺ ആൻഡ് ഗ്രോ. കുട്ടികളെ പഠിക്കാനും വളരാനും സഹായിക്കാനാണ് എനിക്ക് ആഗ്രഹം. ടു അച്ചീവ് ദിസ്, ഇത് നേടാനായി ഐ വിൽ സ്റ്റഡി വെൽ. ഞാൻ നന്നായി പഠിക്കും. ഞാൻ നന്നായി പഠിച്ചാലേ എനിക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം ഒരു ടീച്ചർക്ക്. അപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഞാൻ ഉണ്ടാക്കിയെടുക്കും. ആൻഡ് അറ്റൻഡ് ടീച്ചർ ട്രെയിനിങ്. നമുക്ക് വെറുതെ പോയിട്ട് ഞാനൊരു ടീച്ചറാന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ട്രെയിനിങ് വേണം അല്ലേ. അപ്പോൾ ടീച്ചിങ് ട്രെയിനിങ് കോഴ്സുകൾ ചെയ്യും. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവാനാണ് ആഗ്രഹമെങ്കിലോ നിങ്ങൾക്ക് എഴുതാം, ഐ വോണ്ട് ടു ബിക്കം എ ഡോക്ടർ. എനിക്കൊരു ഡോക്ടർ ആവണം. ആൻഡ് സെർവ് പുവർ പീപ്പിൾ. എന്നിട്ട് പാവങ്ങൾക്ക്, പണമില്ലാത്തവർക്ക് ശുശ്രൂഷ ചെയ്യും, അവർക്ക് സേവനം നൽകും. ഐ വിൽ സ്റ്റഡി ഹാർഡ്. അതിനുവേണ്ടി ഞാൻ നന്നായി പഠിക്കും. ഫോക്കസ് ഓൺ സയൻസ്. കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കും? സയൻസിന് കൊടുക്കും. ആൻഡ് പ്രിപ്പയർ ഫോർ എൻട്രൻസ് എക്സാംസ്. അത് മാത്രം മതിയോ? പോരാ, എൻട്രൻസ് എക്സാമുകൾക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യും. ഐ വിൽ ഓൾസോ സീക്ക് ഹെൽപ്പ് ഫ്രം ടീച്ചേഴ്സ്. ടീച്ചേഴ്സിൻ്റെ അടുക്കൽ നിന്നും സഹായം എടുക്കും. ആൻഡ് സ്റ്റേ മോട്ടിവേറ്റഡ്. എന്നിട്ട് എന്താ, എപ്പോഴും നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എഡ്യൂക്കേഷൻ ഈസ് നെയ്തർ ഈസ്റ്റേൺ നോർ വെസ്റ്റേൺ, ഇറ്റ് ഈസ് ഹ്യൂമൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈസ്റ്റേണും അല്ല വെസ്റ്റേണും അല്ല, അതെല്ലാ മനുഷ്യന്മാർക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ്. മലാല യൂസഫ്സായി ഹൈലൈറ്റ്സ് ദാറ്റ് എഡ്യൂക്കേഷൻ ട്രാൻസെൻസ് കൾച്ചേഴ്സ് ആൻഡ് ബിലോങ്സ് ടു എവ്രി വൺ. മലാല എന്താണ് പറയുന്നത് ഇതുവഴി? ഒരു പ്രത്യേക കൾച്ചറിൽ പെട്ടവർക്ക് മാത്രം പറ്റിയ ഒരു കാര്യമൊന്നുമല്ല എഡ്യൂക്കേഷൻ അല്ലേ. അതെല്ലാവർക്കും ഉള്ള ഒന്ന് തന്നെയാണ്, എല്ലാവർക്കും വേണ്ട ഒന്ന് തന്നെയാണ്. വൈ ഈസ് എഡ്യൂക്കേഷൻ എ യൂണിവേഴ്സൽ റൈറ്റ്? എന്തുകൊണ്ടാണ് ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസത്തിന് അവകാശമുണ്ടെന്ന് പറയുന്നത്? ആൻഡ് ഹൗ ക്യാൻ ഇറ്റ് ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ്? അതെങ്ങനെയാണ് ഒരു മികച്ച ലോകം നിർമ്മിക്കുക? ആൻസർ, എഡ്യൂക്കേഷൻ ഈസ് ഫോർ എവ്രി വൺ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. നോ മാറ്റർ വെയർ ദേ കം ഫ്രം. എവിടെ നിന്നാണ് അവർ വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എവിടെയാണ് അവർ താമസിക്കുന്നത് എന്നൊന്നും വിദ്യാഭ്യാസം ലഭിക്കേണ്ട അവരുടെ അവകാശത്തിൽ നിന്നും അവരെ യാതൊരു തരത്തിലും മാറ്റി നിർത്തുന്നില്ല. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ തിങ്ക്. എന്താണ് ഗുണം? ഇങ്ങനെ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ ആളുകൾക്ക് ചിന്തിക്കാനായിട്ട് കഴിയും, ഗ്രോ, വളരാനായിട്ട് കഴിയും, ആൻഡ് ലീവ് ബെറ്റർ ലൈഫ്സ്. കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം അവർക്ക് ലഭിക്കും. എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ബിൽഡ് എ പീസ്ഫുൾ. എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകളാണ് സമാധാനപരമായ ഫെയർ, ന്യായമുള്ള ആൻഡ് എ സ്ട്രോങ് സൊസൈറ്റി. ശക്തമായ ഒരു സൊസൈറ്റി, ഒരു സമൂഹം നിർമ്മിക്കണമെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് എന്ത് വേണം? വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. നാലാമത്തെ ക്വസ്റ്റ്യൻ, മലാല സ്ട്രോങ്ലി അഡ്വക്കേറ്റ്സ് ഫോർ ഗേൾസ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഡെസ്പൈറ്റ് ഓൾ ദ ചാലഞ്ചസ്. എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടായിട്ടും മലാല പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പൊരുതിയ ഒരാളാണ്, വളരെ ശക്തമായി തന്നെ. വൈ ഡു യു തിങ്ക് എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഗേൾസ്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യം പെൺകുട്ടികൾക്ക് വളരെ അത്യാവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട്? ആൻഡ് ഹൗ ക്യാൻ സൊസൈറ്റി എൻഷുവർ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്? എങ്ങനെ സമൂഹത്തിന് ഉറപ്പുവരുത്താം പെൺകുട്ടികൾക്കും തുല്യ അവകാശം വിദ്യാഭ്യാസത്തിന് ലഭിക്കുന്നുണ്ട് എന്ന്? ആൻസർ,
എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഗേൾസ് ബിക്കം കോൺഫിഡൻറ്റ്. പെൺകുട്ടികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിപെൻഡൻറ്റ്, മറ്റൊരാളിൽ ആശ്രയിക്കാതെ ജീവിക്കണമെങ്കിൽ വിദ്യാഭ്യാസം അനിവാര്യമാണ്. ആൻഡ് സക്സസ്ഫുൾ, ജീവിതത്തിൽ വിജയിക്കണമെങ്കിലും എഡ്യൂക്കേഷൻ അവർക്ക് അത്യാവശ്യം തന്നെയാണ്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദം ഫ്രം ഏർലി മാരേജ്, ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതരാകുക. അതിൽ നിന്നൊക്കെ മോചിതരാവണമെങ്കിൽ അവർക്ക് എന്ത് വേണം? എഡ്യൂക്കേഷൻ വേണം. ആൻഡ് പോവേർട്ടി, അതുപോലെ ദാരിദ്ര്യത്തിൽ നിന്നും മാറി നിൽക്കണമെങ്കിലും എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്. സൊസൈറ്റി മസ്റ്റ് പ്രൊവൈഡ് സേഫ് സ്കൂൾസ് ആൻഡ് ട്രീറ്റ് ബോയ്സ് ആൻഡ് ഗേൾസ് ഈക്വലി. ഇവിടെ സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമാണ് ഉള്ളത്? സേഫായ സ്കൂളുകൾ വേണം അല്ലേ? പെൺകുട്ടികൾക്ക് സേഫായി പോയി പഠിച്ചു വരാൻ കഴിയുന്ന സ്കൂളുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം സമൂഹം. കൂടാതെ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മലാലാസ് ഫാദർ പ്രൊമോട്ടഡ് ഹെർ എഡ്യൂക്കേഷൻ ആൻഡ് ഈവൻ ഹെർ ആക്ടിവിസം ഡെസ്പൈറ്റ് ദ പ്രഷേഴ്സ് ഓഫ് സൊസൈറ്റി. എന്തൊക്കെ പ്രശ്നമുണ്ടായിട്ടും അല്ലെ, എന്തൊക്കെ എതിരാളികൾ ഉണ്ടായിട്ടും പ്രശ്നങ്ങൾ നിറഞ്ഞിട്ടും മലാലയുടെ ഫാദർ മലാലയെ സ്കൂളിലേക്ക് അയച്ചു. കൂടാതെ എന്ത് ചെയ്തു? ക്യാമ്പയിൻസിനും അവളെ കൊണ്ടുപോയി അല്ലേ, അവളെ കൊണ്ട് സംസാരിപ്പിച്ചു. ഹൗ ഡസ് ഫാമിലി സപ്പോർട്ട് എംപവർ ഗേൾസ് എഡ്യൂക്കേഷൻ? എങ്ങനെയാണ് ഒരു കുടുംബത്തിന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയുക? ആൻഡ് ഹൗ ക്യാൻ പേരൻസ് ഫോസ്റ്റർ ദ അംബിഷൻസ് ഓഫ് ദെയർ ചിൽഡ്രൻ? ഫോസ്റ്റർ എന്ന് പറഞ്ഞാൽ വളർത്തുക. എങ്ങനെയാണ് പേരൻസിന് കുട്ടികളുടെ സ്വപ്നങ്ങൾ, അവരുടെ ഡ്രീംസ് ഒക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നത്? ഫാമിലി സപ്പോർട്ട് ഗീവ്സ് ഗേൾസ് സ്ട്രെങ്ത് ടു സ്റ്റഡി ആൻഡ് ഫോളോ ദെയർ ഡ്രീംസ്. ഒരു കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ പെൺകുട്ടികൾക്ക് പഠിക്കാനായിട്ടൊരു ശക്തി കിട്ടും. കൂടാതെ അവരുടെ സ്വപ്നങ്ങളെ ഫോളോ ചെയ്യാനും അവർക്കൊരു ബലം ലഭിക്കും. എൻകറേജിങ് പേരൻസ് ബിൽഡ് കോൺഫിഡൻസ് ഇൻ ദെയർ ചിൽഡ്രൻ. നന്നായിട്ട് എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന പേരൻസ് ആണെങ്കിൽ തന്നെ അത് കുട്ടികളുടെ ഉള്ളിൽ എന്തുണ്ടാക്കും? കോൺഫിഡൻസ് ഉണ്ടാക്കും, ആത്മവിശ്വാസം ഉണ്ടാക്കും. ദേ ക്യാൻ ഗൈഡ്, പേരൻസിനല്ലേ, മാതാപിതാക്കൾക്ക് കുട്ടികളെ നയിക്കാനായിട്ട് കഴിയും. മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഹെൽപ്പ് ദം അച്ചീവ് ദെയർ ഗോൾസ്. അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പേരൻസിന് അവരെ സഹായിക്കാനും സാധിക്കും അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിലെ 5 ക്വസ്റ്റ്യൻസും അതിൻ്റെ കറക്റ്റായ ആൻസേഴ്സും. ആക്ടിവിറ്റീസുമായിട്ട് എത്രയും വേഗം കാണാം. താങ്ക് യു.